BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പുതിയ ബാറിന് അനുമതി തേടി എക്സൈസിന്റെ പരിഗണനയിലുള്ളത് 25 അപേക്ഷകളാണ്. നിലവിലെ മദ്യനയം പ്രകാരം ബാർ ലൈസൻസ് നൽകാമെങ്കിൽ സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ നയമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതിനാൽ എക്സൈസ് വകുപ്പിന് അപേക്ഷ സ്വീകരിക്കുന്നതിന് തടസ്സവുമില്ല. 20-ലധികം ബാറുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. 3 സ്റ്റാർ ലൈസൻസ് കിട്ടിയാൽ അവരും അപേക്ഷയുമായി എത്തും. സർക്കാർ മൗനം തുടർന്നാൽ കോടതിയെ സമീപിക്കാനാണ് അപേക്ഷകർ പറയുന്നത്. 5 നക്ഷത്ര വോട്ടുകൾക്ക് മാത്രമായി ബാർ പരിമിതിപ്പെടുത്തിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങിയത്. പിന്നീട് അധികാരത്തിലെത്തിയ 1-2 പിണറായി സർക്കാരുകളുടെ കാലയളവിൽ ബാറുകളുടെ എണ്ണം 900 കടന്നു. ബാറുകളുടെ എണ്ണം കൂടിയതിന് പിണറായി സർക്കാരിനെ വിമർശിക്കുന്ന UDF ഈ നിലപാടിന് വിരുദ്ധമായി ബാറുകൾ അനുവദിച്ചാൽ തിരിച്ചടിയാകുമെന്നാണ് UDF നേതൃത്വം വിലയിരുത്തപ്പെടുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ UDF-ൽ ഇനിയും തീരുമാനമായിട്ടില്ല. അതേസമയം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥലം മാറ്റിയ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പുനർവിന്യാസവും വൈകുന്നതായി പരാതിയുണ്ട്. വിമർശനം ഉയർന്നതിനെ തുടർന്ന് 99 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ സ്ഥലം മാറ്റം ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ട്. ഇൻസ്പെക്ടർമാരുടെയും ജോയിന്റ് കമ്മീഷണർമാർ, ഡെപ്യൂട്ടി കമ്മീഷണർമാർ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാർ എന്നിവരുടെയും സ്ഥലം മാറ്റം വൈകുകയാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.